ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനം 7 പേർ മരിച്ചു. 27 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, എന്താണ് ഉണ്ടായത്? ഇതെങ്ങനെയായിരുന്നു സംഭവം? നിർവീര്യമാക്കുന്ന ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നടത്തേണ്ടതായിരുന്നില്ലേ? മോത്തി, ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ജമ്മുകാശ്മീർ പോലീസ് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. ആ സ്ഫോടക വസ്തുക്കളുടെ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സ്ഫോടനത്തിൽ നിലവിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. 6 മൃതദേഹങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന്, അതായത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 27 പേരെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഇനിയും ഉയരുവാനാണ് സാധ്യത. ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരമനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരോ ആയിരിക്കാം മരിച്ചതെന്നാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരിൽ ഏറെക്കുറെ എല്ലാവരും ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഡോക്ടർമാരും ഒക്കെയാണ്. ഈ നേരത്തെ ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ 300 കിലോയോളം സ്ഫോടക വസ്തുക്കളായിരുന്നു ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത്. ഈ സ്ഫോടക വസ്തുക്കളായിരുന്നു ജമ്മുകാശ്മീർ പോലീസ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീർ പോലീസും NIA-യുമാണ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം വേഗത്തിലാക്കുവാൻ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി കിലോ സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്നത് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ? അത് മുഴുവനുമാണോ ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ? മോത്തി, എത്ര കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വച്ചിരുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്നത് ഈ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ആണ് എന്നതാണ്. അതുകൊണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം എത്രത്തോളം മാറ്റിയിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. തുടർന്ന് ഈ വിവിധ അന്വേഷണ ഏജൻസികൾ ജമ്മുകാശ്മീർ DGP ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളിലെ വിവിധ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഈ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവിടെ ശേഖരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളുടെ സമീപത്ത് ഒരു ഹീറ്റർ, അതായത് ഉത്തരേന്ത്യയിൽ തണുപ്പ് കാലത്ത് ഈ ഹീറ്ററുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ചൂടാകാം ഒരുപക്ഷെ ഈ സ്ഫോടനത്തിന് കാരണമായത്, ട്രിഗർ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്, ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ആഴത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. ആക്സിഡന്റൽ ബ്ലാസ്റ്റ് എന്നാണ് മാത്രം നമുക്കിതിനെ കാണാനാവുമോ? മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇത്രയധികം എക്സ്പ്ലോസീവ്സ് സൂക്ഷിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ഏറെ സാധ്യതയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ അത്ര അലക്ഷ്യമായി ഈ ഫോറൻസിക് വിദഗ്ധരടക്കം അത് കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? മോത്തി, നിലവിൽ ഈ പോലീസ് ജമ്മുകാശ്മീർ പോലീസിന്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് എന്നതാണ്. അതൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം ഒരു നിഗമനത്തിലേക്ക് ജമ്മുകാശ്മീർ പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കാരണം ഫരീദാബാദ് ടെറർ മൊഡ്യൂളിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഈ ഫോറൻസിക് പരിശോധന, അതായത് ഈ കണ്ടെത്തിയ കെമിക്കൽസിന്റെ ഫോറൻസിക് പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ
ഉണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നമുക്ക് ആധികാരികമായി പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വലിയ സ്ഫോടനമായിരുന്നു നടന്നിരുന്നത്. കാരണം 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടിരുന്നുവെന്നാണ് ഈ തദ്ദേശവാസികളും മറ്റും രാത്രി വൈകി വാർത്താ ഏജൻസികൾക്കുമൊക്കെ നൽകിയിരിക്കുന്ന സൗണ്ട് ബൈറ്റുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ ഈ പോലീസ് സ്റ്റേഷൻ്റെ നൗഗാം പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ സമീപകാലത്ത് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ഒരു സ്റ്റേഷനാണ്. കാരണം ഈ നൗഗാമിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൻ്റെ അന്വേഷണമാണ് ഒടുവിൽ ഈ വൈറ്റ് കോളർ ഭീകരരിലേക്ക് ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകരരിലേക്ക് എത്തിച്ചേരുന്നതും. വലിയ ആഘാതമുണ്ടാക്കിയ പ്രകമ്പനമുണ്ടാക്കിയ സ്ഫോടനമാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അതാണ് ഇപ്പോൾ നൗഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലഗോപാൽ, സ്വാഭാവികമായൊരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായി സംഭവിച്ചത് എന്നാണല്ലോ പ്രാഥമിക നിഗമനമായി പോലീസ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ അങ്ങനെ സൂക്ഷിക്കേണ്ടതായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ ഈ ഹീറ്ററിനടുത്തൊക്കെയായി സൂക്ഷിക്കേണ്ടതായിരുന്നോ? മോത്തി, ഈ ഹീറ്ററിന് സമീപത്ത് സൂക്ഷിച്ചിരുന്നു എന്നത് ഒരു ആധികാരികമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഈ സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ ലഭിക്കുന്ന, അതായത് വിവിധ ഏജൻസികളും മാധ്യമങ്ങളും ഒക്കെ നൽകുന്ന, ജമ്മു കാശ്മീരിൽ നിന്ന് നൽകുന്ന വിവരങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സ്ഫോടനത്തിനുള്ള കാരണം ഇതാണ് എന്ന ഒരു അനുമാനമുള്ളത്. അപ്പുറത്തേക്ക് അതിനൊരു ആധികാരികമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ടാണ് ഈ സ്ഫോടനം നടന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി കഴിയുള്ളൂ. മോത്തി പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 300 കിലോയോളം ഈ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത് 300 കിലോയോളം ഉള്ള സ്ഫോടക വസ്തുക്കളാണ്. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അത് മുഴുവനായി നൗഗാം പോലീസ് സ്റ്റേഷനിൽ ശേഖരിച്ചിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. ഏതായാലും സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഫോടക വസ്തുക്കളിൽ ഇന്നലെ രാത്രി ഈ CFSLലെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇത് രണ്ടും ഇതിനോടകം തന്നെ ആധികാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സാമ്പിൾ ശേഖരണത്തിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച, മോത്തി പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുമ്പോൾ അതിൽ വേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു ആക്സിഡൻ്റൽ ബ്ലാസ്റ്റ് എന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത്. കാരണം പോലീസിൻ്റെ തന്നെ ഔദ്യോഗികമായ അറിയിപ്പിൽ ഈ ആക്സിഡൻ്റൽ ബ്ലാസ്റ്റ് എന്നവർ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അട്ടിമറി ശ്രമങ്ങളോ മറ്റോ ഉണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടതായുള്ളത്. പക്ഷേ ഇതൊരു കാരണം ഈ ഫരീദാബാദിൽ നിന്ന് 300 കിലോയോളം അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ മാത്രമാണ് ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് എന്ന് വന്നാൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നില്ലേ? അതിനുശേഷം ഈ ശേഖരിച്ചവ നിർവീര്യമാക്കേണ്ടതായിരുന്നില്ലേ? തുടങ്ങി ഒരുപാട് സംശയങ്ങളും അവശേഷിക്കുകയാണ്. മോത്തി, ഈ ഫരീദാബാദിൽ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിന് ശേഷം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 അന്വേഷണ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഒന്ന് ജമ്മു കാശ്മീർ പോലീസാണ്. ജമ്മു കാശ്മീർ പോലീസിലെ തന്നെ നൗഗാം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അവരാണ് ഈ വൈറ്റ് കോളർ ടെററുമായി ബന്ധപ്പെട്ട ആദ്യ ബ്രേക്ക് ത്രൂ, അന്വേഷണത്തിലെ ആദ്യ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. കാരണം അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. അതിൽ നിന്ന് അന്വേഷണം
ഒരു മൗലവിയിലേക്ക് എത്തുന്നു. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഡോക്ടർമാരിലേക്കൊക്കെ അന്വേഷണം എത്തുന്നത്. അതിൽ 2 പേർ പിടിക്കപ്പെടുന്നു. ആ പിടിക്കപ്പെടുന്നതിൻ്റെ തൊട്ടു പിന്നാലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നു. തുടർന്ന് ആണ് ഈ ചെങ്കോട്ടയിൽ സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ കാര്യക്ഷമമായൊരു പ്രവർത്തനമാണ് ജമ്മുകശ്മീർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപക്ഷെ ജമ്മുകശ്മീർ പോലീസ് ഒരു പോസ്റ്ററിനെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന അന്വേഷണം, ആ പോസ്റ്ററിനെ അത്ര ഗൗരവത്തോടു കൂടി എടുത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും രാജ്യത്തിന്റെ ഒരു സാഹചര്യം എന്നത് നമുക്ക് ശരിയാണ്. പോലീസ് ഊർജിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതും അതിൽ ഉൾപ്പെട്ടവരെ പിടികൂടിയതുമൊക്കെ. അതിനുശേഷം അവരുടെ മെഡിക്കൽ പ്രാക്ടീസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ചെയ്തു. നിരവധി കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത്രയധികം സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ എന്തുകൊണ്ട് ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ യാതൊരു പരിരക്ഷയും ഇല്ലാതെ സൂക്ഷിച്ചു? ഇത്ര വളരെ ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സൂക്ഷിക്കേണ്ട വസ്തുക്കളായിരുന്നു അമോണിയം നൈട്രേറ്റ് അടക്കം ഉള്ളവ. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അത് നിർവീര്യമാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വളരെ അപകടകരമായ സാഹചര്യത്തിൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു? ഇതിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒന്ന് തന്നെയാണ്. ബി ബാലഗോപാലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.